ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് കടന്നു വരുന്നത്. കർത്താവെ, എനിക്ക് രണ്ട് വലിയ സാക്ഷ്യങ്ങളുണ്ട്. പറയാൻ സമയമില്ല ഒരു സാക്ഷ്യം. എങ്കിലും കർത്താവ് എനിക്ക് ഒരു വലിയ വിടുതലാണ് തന്നിരിക്കണം. കാരണം എനിക്ക് ഒരു 2 വർഷത്തിന് മുൻപേ മുതൽ എനിക്ക് വയറിനകത്ത് ശക്തമായ വേദന ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. അത് ഞാൻ വകവെച്ചില്ല. കാരണം എൻ്റെ അപ്പനും അമ്മയും മരണപ്പെട്ട് ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ ഭവനത്തിൽ. അപ്പം എൻ്റെ മോനും ജോലിക്ക് പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ മകനും കൂടിയാണ് വീട്ടിൽ കൊണ്ട് പോകുന്നത്. അപ്പം എനിക്ക് രോഗം വന്നതൊന്നും ഞാനത് സാരമാക്കിയില്ല. കാരണം എന്നെ കരുതാനായിട്ട് എന്താ പറയണ്ടേ, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും അനിയത്തിയും കൂടിയാണ്. അവളെപ്പോഴും എന്നോട് പറയും, അശ്വതി നീ ജോലിയുടെ പുറകെ ഓടരുത്, നീ ദൈവത്തിന് എപ്പോഴും കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് പറയും. പക്ഷേ എൻ്റെ ഭവനത്തിലെ ആ ദുഃഖങ്ങൾ കാരണം ഞാനത് തന്നെ കൈക്കൊള്ളത്തില്ല. കാരണം ഞാൻ അത്യാവശ്യത്തിന് സന്ധ്യാപ്രാർത്ഥനയും രാവിലെയും പ്രാർത്ഥിക്കും, ജോലിക്ക് പോകും. എനിക്ക് 9 ആട്ടിൻകുട്ടികളുണ്ട്. അപ്പം എല്ലാവരെയും ഞാൻ തന്നെയാണ് ജോലിക്ക് പോയിട്ട് 5:30 ആകുമ്പം ഭവനത്തിൽ വന്ന് അതുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കാരണം എനിക്ക് വെരിക്കോസ് വെയിനുണ്ട്, പിന്നെ ആസ്മയുടെ അസുഖങ്ങളുണ്ട്, പിന്നെ എനിക്കങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. കർത്താവിനോട് ഞാനെല്ലാം എൻ്റെ ദുഃഖങ്ങൾ ഞാൻ പറയും. ദൈവം എന്നെ വിടുവിച്ചു. അതിനുപരി കർത്താവെ, എനിക്ക് ഒരു ദിവസം ഞാൻ 2:30 ആയപ്പോഴത്തേക്കും ഞാൻ അതിശക്തമായിട്ട് ഛർദ്ദിച്ചെന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ച് ഞാൻ കുഴഞ്ഞ് വീണു. എൻ്റെ മോനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ എനിക്ക് ചൂടുവെള്ളം തന്ന് എനിക്കൊരു ആശ്വാസമായി. വീണ്ടും ഞാൻ രാവിലെ തന്നെ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതുപോലെ 2:30 ആയപ്പോൾ ഛർദ്ദിച്ചു. പിന്നെ നേരം വെളുത്തപ്പോഴത്തേക്കും ഞാൻ ഛർദ്ദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ കാപ്പിപ്പൊടി കളറിലൊരു വെള്ളം ഇങ്ങനെ ഛർദ്ദിച്ചപ്പോൾ ഞാൻ പറയും, മോനെ എനിക്ക് തീരെ വയ്യ, നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ തന്നെ 108 ആംബുലൻസ് വിളിച്ച് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ഞാൻ അപ്പം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട പോലെയാണ് ഛർദ്ദിക്കുന്നത് ബ്ലഡ്. അപ്പോൾ എന്താണ് കാരണങ്ങളെന്നൊന്നും അറിയത്തില്ല. അപ്പോഴത്തേക്കും ഉടനെ അവർ എനിക്ക് പെയിൻ പോകാനുള്ള ട്രിപ്പൊക്കെ ഇട്ട് എന്നിട്ട് പറഞ്ഞ് ഇവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടാനം ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഞാൻ നടന്നു വന്ന ഞാൻ പെട്ടെന്ന് തന്നെ എന്നെ വീൽ ചെയറിലിരുത്തി അവർ ആംബുലൻസ് വിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവർ എന്നെ വിളിച്ച് ചോദിച്ച് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഛർദ്ദിച്ചു എന്താണ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 2 പ്രാവശ്യം ബ്ലഡ് ഛർദ്ദിച്ചു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ BP നോർമലാണ്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞ് മെഡിസിൻ സർജറിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ ഇത് വീൽ ചെയറിൽ നിന്ന് ട്രോളിയിലേക്ക് മാറ്റി എന്നെ സർജറിയിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, പിതാവേ എൻ്റെ വയറ്റിൽ കത്തിയൊന്നും വെക്കാൻ നീ ഇടവരുത്തരുതേ അപ്പാ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഉടനെ അവിടുത്തെ ഡോക്ടർ വന്നിച്ച് എൻ്റെ വയറിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ് വേദനയുണ്ടോ സിസ്റ്ററെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് എങ്കിൽ മെഡിസിൻ ഒപ്പിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവിടുന്ന് കൊണ്ടുപോയി മെഡിസിൻ ഒപ്പിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞ്. എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് 2 കുഞ്ഞു കുട്ടികളാണ്. അവളായിട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എൻഡോസ്കോപ്പി ഇല്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു, ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ എന്നെ ആംബുലൻസിൽ 108 ആംബുലൻസിൽ വീണ്ടും എന്നെ ട്രിപ്പ് കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അശ്വതി ഞങ്ങൾ പ്രയറിലിരിക്കുകയാണ്, ഞങ്ങൾ റോയ് പാസ്റ്ററിൻ്റെ പ്രയറിലിരിക്കുകയാണ്, ഞാൻ ബ്രദറിനെ കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, ഇവിടെ ആരാധന നടക്കുകയാണ്, സമയമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ എനിക്ക് മൂക്കിനകത്ത് ട്യൂബ് ഇട്ടിരിക്കുകയാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നെ ഉടനെ ബ്രദർ വിളിച്ചിങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ നിന്നെ എൻഡോസ്കോപ്പി ഒന്നും ചെയ്യാൻ നിന്നെ ICUലേക്ക് കയറ്റാൻ നിന്നെ ഇടവരുത്തത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് എൻ്റെ യേശുവേ എന്നെ അവിടെ കൊണ്ടുചെന്നു. ബ്ലഡ് പരിശോധിച്ച് വന്നപ്പോഴത്തേക്കും 13 മില്ലി ബ്ലഡ് ഉണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യത്തില്ല. എന്നെ 2.5 ദിവസം അവിടെ കിടത്തി. അപ്പം ബ്ലഡിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷമേ സർജറി എൻഡോസ്കോപ്പി ചെയ്യത്തുള്ളൂ എന്നവർ പറഞ്ഞു. ബ്രദർ പ്രാർത്ഥിച്ചതിൻ്റെ 2 ദിവസം കൂടി. അപ്പം ഞങ്ങൾ ബ്ലഡിൻ്റെ അളവ് നോക്കിയതിന് ശേഷം
ഞങ്ങൾ വിടുകയുള്ളെന്ന് പറഞ്ഞ്. അപ്പോൾ ഓരോ ദിവസവും ബ്ലഡിൻ്റെ അളവ് കൂടി വന്ന് കർത്താവ് എന്നെ ഒരുപാട് വിടുതൽ തന്ന് യേശു. അതുപോലെ തന്നെ ഈ 3 ദിവസത്തേക്ക് അവൾ പറഞ്ഞ് അശ്വതി ഇവിടെ മിറക്കിൾസാണ് ഇവിടെ നടക്കുന്നത്, ഈ 3 ദിവസം 72 മണിക്കൂറത്തെ പ്രാർത്ഥന നീ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക് അശ്വതി, എന്ത് പ്രശ്നം വന്നാലും നീ അതിന് വന്നേ പറ്റുള്ളൂ. കർത്താവെ, ഇതുപോലത്തെ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ കർത്താവെ, ഞാൻ 20 വർഷമായി സ്നാനം സ്വീകരിച്ച് ഞാൻ ഈ ഓരോ ചർച്ചുകളിൽ ഞാൻ കയറി ഇറങ്ങി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഇതുപോലത്തെ ഒരു ദൈവദാസനെ നമ്മൾക്ക് കിട്ടിയത് കർത്താവിൻ്റെ എനിക്ക് വാക്കുകൾ പറഞ്ഞാൽ അറിയത്തില്ല. എൻ്റെ ബ്രദറെ, ഞാൻ എൻ്റെ അപ്പനായിട്ട് കാണുന്ന ഞാൻ ആ ശരീരത്തൊന്ന് തൊട്ടോട്ടെ. ആംബുലൻസിൽ കിടക്കുമ്പോഴാണ് ഹസ്ബൻഡ് ആണ് കുമാർ ബ്രദറിൻ്റെ സൗരി ഓടിക്കൊണ്ടുവന്ന് എൻ്റെ മൊബൈൽ തരുന്നത്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് അങ്ങോട്ടൊന്നും കേൾക്കുന്നില്ല, പക്ഷെ എൻ്റെ അകത്ത് ആത്മാവി പറഞ്ഞു ഓപ്പറേഷൻ ക്യാൻസലാകുമെന്ന് പറഞ്ഞു, ജീവൻ മടങ്ങി ആംബുലൻസ് കയറിയാന്ന് പറഞ്ഞു. അത്രയും മാത്രമാണ് കർത്താവ് എന്നെ കൊണ്ട് പറയിച്ചത്. കർത്താവ് ഇന്ന് അത് ജീവിക്കുന്ന സാക്ഷിയാക്കിയതിനായിട്ട് സ്തോത്രം.